അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിന്റെ വിജയം എന്ന് പറയുന്നത് അതിനോടുള്ള ആത്മാർത്ഥതയാണ്. അതേത് സംരംഭമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് പരിശുദ്ധ റമദാനിലൂടെയാണ്. ആ റമദാൻ നമുക്ക് രക്ഷാ കവചമാവണമെങ്കിൽ ആ റമദാനിനോടുള്ള ആത്മാർത്ഥത നമുക്കുണ്ടാവണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചു. മഹാനവറുകൾ ഇബാദത്തിലായിട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന സമയം ഒരു മാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം മനസ്സിലാക്കി അവരുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ആ മാൻ എന്ത് ചെയ്യുന്നു? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോകും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലായിട്ട് ദിവസങ്ങളോളം ചുറ്റിപ്പറ്റി നിന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാൻ ആദം നബിയുമായിട്ട് ഇണങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോ ആ മാനിനെ ഒന്ന് തലോടി. അങ്ങനെ ആ മാൻ അവിടുന്ന് തിരിച്ചുപോയി. തന്റെ മറ്റു കൂട്ടുകാരായ മാൻകൂട്ടങ്ങളിലേക്ക് ചെന്നപ്പോ മറ്റാർക്കുമില്ലാത്ത അത്ഭുതകരമായ ഒരു സുഗന്ധം ഈ ഒരു മാനിൽ നിന്ന് മറ്റുള്ള കൂട്ടുകാർക്ക് അനുഭവപ്പെടുകയാണ്. ഉടനെ തന്നെ ചോദിച്ചു, ഇത്രയേറെ സുഗന്ധം നിനക്ക് ലഭിക്കാൻ നീ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ മാൻ പറഞ്ഞു, ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന സ്ഥലത്ത് ഒരു വലിയ മഹൽ വ്യക്തിത്വം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒന്ന് തടവി. ആ തടവിയതിന്റെ ഗുണമായിട്ടാണ് എന്നിൽ ഈ ഒരു സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന മറ്റു മാൻപേടകളൊക്കെയും തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആ സുഗന്ധം നമുക്കും വേണം. അങ്ങനെ ആ സുഗന്ധം ലഭിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഈ മാൻകൂട്ടങ്ങൾ ഒന്നടങ്കം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു എല്ലാ മാനുകളെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തടവിയെങ്കിലും അവർക്കൊന്നും അത്തരത്തിലുള്ള ഒരു സുഗന്ധവും ലഭിച്ചില്ല. എന്താ കാരണം? അവരുടെ ലക്ഷ്യം സുഗന്ധം ഉണ്ടായി കിട്ടണം എന്ന് മാത്രമായി. ആദ്യം പോയ മാൻ അത്തരത്തിലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ചിന്തിച്ചു നോക്കണം, ഇവിടെ അവരുടെ ആത്മാർത്ഥതക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കും പരിശുദ്ധ റമദാനിനെ എങ്ങനെയാണോ നാം തൂക്കുന്നത് അതുപോലെയായിരിക്കും അല്ലാഹു തആല നമുക്ക് നൽകുന്നത് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെക്കെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.